കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടെയാണ് വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധയിൽ എത്തിയത്. വൻ ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ രാഹുൽ ജയിച്ചു. രാഹുൽ ഫാക്ടർ കേരളത്തിൽ UDF-ന് വിജയം സമ്മാനിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ രാഹുലിന് വയനാട് അത്ര എളുപ്പം കടക്കാനാവില്ലെന്നാണ് സൂചന. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാണ് രാഹുൽ ജയിച്ചത്. തൊട്ടു പിന്നിൽ CPI സ്ഥാനാർത്ഥി PP സുനീർ ആയിരുന്നു. NDA-യിലെ ഘടകകക്ഷി BDJS-നായിരുന്നു വയനാട് സീറ്റ് നൽകിയിരുന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2019-ലെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാണ് കേരളത്തിലെ കോൺഗ്രസുകാർ വയനാട്ടിൽ അവതരിപ്പിച്ചത്. ഇത് കേരളത്തിലെ ജനതയെ വളരെ ആവേശത്തോടെയാണ് വരവേറ്റത്. മാത്രമല്ല 20 ലോക്സഭാ സീറ്റുകളിൽ 19 എണ്ണത്തിലും UDF-ന് വിജയം നേടാനുമായി. UDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും രാഹുലിന്റെ വരവിന് മികച്ച പിന്തുണ തന്നെ നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായല്ല മത്സരിപ്പിക്കുന്നത്. അതിലുപരി മുസ്ലിം ലീഗും വളരെ സമ്മർദ്ദത്തിലാണ്. മലപ്പുറം, പൊന്നാനി എന്നീ സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുന്നത്. അവരുടെ മണ്ഡലത്തിൽ മാത്രമാണ് ലീഗ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാഹുലിന്റെ വരവിനെ സഭാ നേതൃത്വങ്ങളും ആവേശത്തോടെ വരവേറ്റിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സഭാ നേതൃത്വങ്ങളെല്ലാം BJP ഹൈജാക്ക് ചെയ്തുവെന്ന് UDF തന്നെ അടക്കം പറയുന്നുണ്ട്. മാത്രമല്ല രാഹുലിനെ ലോക്സഭയിൽ എത്തിക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും BJP മെനയുന്നുണ്ട്. സോണിയാഗാന്ധി രാജ്യസഭയിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒരുപക്ഷെ തിരിച്ചടി നേരിട്ടേക്കാമെന്ന തിരിച്ചറിവാണ് സോണിയയെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാക്കാൻ പ്രേരിപ്പിച്ചതെന്ന പ്രചാരണവും ശക്തമാണ്. രാഹുൽ ഗാന്ധിക്ക് മുമ്പ് UDF-ലെ MI ഷാനവാസ് ആയിരുന്നു മണ്ഡലത്തിലെ MP. T സിദ്ദിഖിന് നൽകിയ സീറ്റാണ് ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ട് രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. ഉത്തർപ്രദേശിലെ അമേഠി ആയിരുന്നു രാഹുലിന്റെ സ്ഥിരം തട്ടകം. കഴിഞ്ഞ തവണ വയനാടിന് പുറമെ അവിടെയും മത്സരിച്ചെങ്കിലും സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു. ഒടുവിൽ കേരളം മാത്രമായിരുന്നു രക്ഷയായത്. ഇത്തവണ ഇടതുമുന്നണിയും BJP-യും കരുത്തരെ വയനാട്ടിൽ ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. CPI-യിലെ ആനി രാജയാണ് സ്ഥാനാർത്ഥി. ഇത്തവണ BJP നേരിട്ടാണ് ഇവിടെ മത്സരിക്കുന്നതെന്നാണ് വിവരം. ശോഭാ സുരേന്ദ്രന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ മത്സരം ഉറപ്പാണ്. വന്യജീവി ആക്രമണങ്ങളെ തുടർന്ന് നിരവധി ജീവനുകളാണ് വയനാട്ടിൽ പൊലിഞ്ഞത്. ഈ സമയമൊന്നും മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി സ്ഥലം സന്ദർശിക്കുവാനോ മരിച്ചവരുടെ വീടുകളിൽ പോകുവാനോ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ബോലൂർ മഗ്നയുടെ ആക്രമണത്തിൽ അജീഷ് എന്നയാൾ മരിച്ചപ്പോഴാണ് രാഹുൽ വയനാട്ടിലേക്ക് എത്തിയത്. അതും പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ വളരെ ഉയർന്ന ശേഷവും.